Hi students, welcome to the video lectures of CS305 Microprocessors and Microcontrollers. Our today's topic is Physical Address Calculation in 8086. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഐറ്റം നിങ്ങൾക്ക് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുമ്പോഴും ഒരു 20 ബിറ്റ് അഡ്രസ്സ് ആയിരിക്കും 8086 ജനറേറ്റ് ആവുക. 8086 നമ്മൾ പിൻ ഡയഗ്രാം പഠിച്ചപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അഡ്രസ് ബസ് എന്ന് പറയുന്നത് 20 ബിറ്റ് അഡ്രസ് ബസ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഫോർമുലയാണത്. ഏത് സെഗ്മെൻറ്റ് രജിസ്റ്ററിലാണ് നമ്മുടെ ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്നത്, ആ സെഗ്മെൻറ്റ് രജിസ്റ്ററിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഓഫ്സെറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് അഡ്രസ്സ് ആഡ് ചെയ്യുക. ഈ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വലൻ ടു 4 ടൈംസ് ലെഫ്റ്റ് ഷിഫ്റ്റ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ കണ്ടതാണ്. നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ അഡ്രസ്സ്, അതിനെയാണ് ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ബേസ് അഡ്രസ്സിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വലൻ ടു ലെഫ്റ്റ് ഷിഫ്റ്റ് 4 ടൈംസ് ആൻഡ് ദെൻ ആഡ് ദ കണ്ടൻറ്റ് ഓഫ് ഓഫ്സെറ്റ് അഡ്രസ്സ്, അതിനെയാണ് എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുക. ഇനി സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് തന്നെ 4 ടൈപ്പിലുണ്ട്. കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ. അപ്പോൾ ഇതിൽ ഓരോ രജിസ്റ്റേഴ്സും അതിൻ്റെ കറസ്പോണ്ടിങ് ഓഫ്സെറ്റ് അഡ്രസ്സ് കീപ്പ് ചെയ്യുന്നത് ഏത് ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സിലാണെന്നുള്ളത് നോക്കുക. അപ്പോൾ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലായിരിക്കും അതിൻ്റെ ഓഫ്സെറ്റ് കീപ്പ് ചെയ്യുക. ദെൻ ഡാറ്റ സെഗ്മെൻ്റ് ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്, സോഴ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബേസ് രജിസ്റ്ററിലായിരിക്കും അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് കീപ്പ് ചെയ്യുക. ദെൻ എക്സ്ട്രാ സെഗ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററിലോ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററിലോ ആയിരിക്കും അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് അഡ്രസ്സ് ഉണ്ടാവുക. Then the last is stack segment register. In stack segment register ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് പോയിൻ്റർ അല്ലെങ്കിൽ ബേസ് പോയിൻ്ററിലായിരിക്കും അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവരെ തമ്മിൽ കമ്പൈൻ ചെയ്യുക, അതിൻ്റെ രണ്ട് അഡ്രസ്സുകളും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The question is, the value of code segment register is 4042 and the value of different offset is as follows. Bx is equal to 202h, Ip is equal to 0580, Di is equal to 4247. Calculate the physical address of the memory location pointed by the CS register. ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ വഴിയുള്ള ഒരു ഡാറ്റയുടെ മെമ്മറി അഡ്രസ്സ്, അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ ആണെങ്കിൽ അപ്പോൾ തന്നെ കാര്യം ക്ലിയർ ആണ്, ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലായിരിക്കും അല്ലെങ്കിൽ IP-യിലായിരിക്കും അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എന്ന് പറയുന്നത് CS രജിസ്റ്ററിലെ അഡ്രസ്സും അതുപോലെ തന്നെ IP-യിലെ അഡ്രസ്സും അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. So the equation is physical address is equal to segment register address multiplied by 10 plus effective address or offset address. സോ എന്ത് ചെയ്യണം, കണ്ടൻറ്റ് ഓഫ് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം അതിലേക്ക് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലെ കണ്ടൻറ്റിനെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് കണ്ടൻറ്റ് ഓഫ് കോഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് 4042 നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഗിവൺ ആണ്. അതിന് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0580. അപ്പോൾ 4042നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40420 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതിൻ്റെ കൂടെ 0580 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലെ കണ്ടൻറ്റ് സമ്മപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഹെക്സാഡെസിമൽ അഡീഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ 40420 പ്ലസ് 0580 ഇത് രണ്ടും കൂടി സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 + 0 0, 8 + 2 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10നെ നമുക്ക് ഹെക്സാഡെസിമലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യുക. 5 + 4 9, ദെൻ 0 + 0 0, ദെൻ 4. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 409080 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടും. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ, കാൽക്കുലേറ്റ് ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്. ഒരു ഇൻസ്ട്രക്ഷൻ തന്നാൽ അതിൽ നിന്ന് എങ്ങനെ
നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അസ്യൂം DS is equal to 1000, SS is equal to 7000, BP is equal to 0100, BX is equal to 0700 and SI is equal to 0020. നമുക്ക് കുറച്ച് വാല്യൂസ് ഓൾറെഡി ഗിവൺ ആണ്, ഇൻസ്ട്രക്ഷൻസും ഗിവൺ ആണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യണം. ഇവിടെ ഫോളോ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ സെഗ്മെൻറ്റ് രജിസ്റ്റർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ വാല്യൂവിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഓഫ്സെറ്റ് അഡ്രസ്സ് ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൂവ് ഇൻസ്ട്രക്ഷനാണ്. AXലേക്ക് BX SI എന്ന് പറയുന്ന രജിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനിലുള്ളൊരു വാല്യൂവിനെ മൂവ് ചെയ്യണം. നമുക്കിവിടെ തന്നിരിക്കുന്ന അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത് ബേസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. BX SI 2 രജിസ്റ്റേഴ്സിലായിട്ടാണ് ഓഫ്സെറ്റ് അഡ്രസ്സ് ഉള്ളത്. ഇനി അതിനെ AXലേക്ക് മൂവ് ചെയ്യിക്കണം. ഈ ഒരു ഇൻസ്ട്രക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? BXും SI ഈ ഓഫ്സെറ്റ് അഡ്രസ്സുകളായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെഗ്മെൻറ്റ് രജിസ്റ്റർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതാണ്? ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ ബേസ് അഡ്രസ്സ് ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് BX SI DI പോലുള്ള രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുക. ഇവിടെ എന്ത് വേണം? ആദ്യം തന്നെ ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ വാല്യൂവിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം BX പ്ലസ് SI എന്ന് പറയുന്ന ആ വാല്യൂവിൻ്റെ ഓഫ്സെറ്റ് അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ DSൻ്റെ വാല്യൂ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1000. അപ്പം അതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ BX രജിസ്റ്ററിലെ കണ്ടൻറ്റിനെയും SI രജിസ്റ്ററിലെ കണ്ടൻറ്റിനെയും കൂടി ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടൻറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ഇൻ 20 ബിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ 1000 സ്റ്റാർ 10 പ്ലസ് 0700 പ്ലസ് 0020 നമുക്ക് എന്ത് കിട്ടും? 1000 എന്നുള്ളതാണ് ഫസ്റ്റ് വാല്യൂ പ്ലസ് 0720 എന്ന് കിട്ടും. ആൻഡ് ദ ഫൈനൽ റിസൾട്ട് ഈസ് 10720. ഇതായിരിക്കും ഫസ്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സ്. ഈ ലൊക്കേഷനിലേക്കായിരിക്കും നമ്മൾ ആ കണ്ടൻറ്റിനെ മൂവ് ചെയ്യുക. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആഡ് AL, BP പ്ലസ് 40H ബേസ് പോയിൻ്ററിലെ കണ്ടൻറ്റിനോട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിങ് മോഡിലാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ കിടക്കുന്നത്. ഇനി ആ ഇൻസ്ട്രക്ഷൻ്റെ റിസൾട്ടിനെ AL രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യുക. ALൻ്റെ കണ്ടൻറ്റുമായിട്ട് അതിനെ ആഡ് ചെയ്ത് ALൽ സ്റ്റോർ ചെയ്യുക. അതാണ് ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യും? നമുക്ക് BP ബേസ് പോയിൻ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് പോയിൻ്റർ ഓഫ്സെറ്റ് അഡ്രസ്സ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാക്ക് സെഗ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ കണ്ടൻറ്റിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ബേസ് പോയിൻ്റർ കണ്ടൻറ്റ് പ്ലസ് 40 ആഡ് ചെയ്ത വാല്യൂവിനെ അതിലേക്ക് സമപ്പ് ചെയ്യാം. അപ്പോൾ 7000 സ്റ്റാർ 10 പ്ലസ് 0100 ബേസ് പോയിൻ്ററിലെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 0100 പ്ലസ് 0040 ഹെക്സാഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് 4 ബിറ്റ് ആക്കി 0040 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് റിസൾട്ട് 0140 എന്ന് കിട്ടും. അതിനെ 70000ലേക്ക് ആഡ് ചെയ്യുക. ആൻഡ് ദ ഫൈനൽ വാല്യൂ വിൽ ബി 70140. ഇങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സിങ് മോഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഓഫ്സെറ്റ് അഡ്രസ്സിൻ്റെ സെഗ്മെൻറ്റ് ഏതാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാം. ഏത് സെഗ്മെൻറ്റ് രജിസ്റ്റർ ആണോ ആ സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഓഫ്സെറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് അഡ്രസ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫിസിക്കൽ അഡ്രസ്സ് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. That's all about this video. Thank you.